നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ മതി, നിർത്ത്. കാര്യങ്ങൾ എന്താന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ടല്ലേ പരിഹാരം എന്താന്ന് തീരുമാനിക്കുക. ആദ്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. അതറിയുമ്പോ ഈ കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ, അതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. വിഷ്ണുട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം. വിഷ്ണുട്ടൻ കേൾക്കണം. സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണുട്ടൻ അറിയണം. എനിക്കൊന്നും കേക്കണ്ട. ഇപ്പൊ സംഭവിച്ചതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്കിപ്പോ വേറെ ഒന്നുമില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണല്ലോ. വിഷ്ണുട്ടാ, കേറി വാ. എന്താ പറയേണ്ടത് പറഞ്ഞ്? അത് പറയാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതുന്നുണ്ടോ? ചെയ്തില്ലേന്ന് ഞാൻ എന്റേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ആളാ താൻ. തന്നിൽ എനിക്ക് മാത്രം അവകാശമുള്ളൂ എന്ന് വിശ്വസിച്ച് അത് അഹങ്കാരമായിട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ. എന്നെയാ നീ ചതിച്ചേ. സത്യം എന്താണെന്നറിയാൻ ഞാൻ പലവട്ടം ചോദിച്ചതാ. താൻ ഇന്നുവരെ പറഞ്ഞോ? സത്യക്ക് പിന്നിലെ രഹസ്യം എന്താന്ന് എന്റെ അമ്മയും ഞാനും മാറി മാറി ചോദിച്ചു. അപ്പോഴും മൗനം തന്നെയാ നിങ്ങൾ എല്ലാവരുടെയും മറുപടി. എന്തൊക്കെയോ നിങ്ങൾ ഒളിക്കുന്നുണ്ടെന്ന് അന്ന് എനിക്കറിയായിരുന്നു. അതൊന്നും നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ ആരും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇതുവരെ ഞാനും എന്റെ അമ്മയും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണോ ഇപ്പൊ സത്യ അച്ഛന്റെ രൂപത്തിൽ വന്നിരിക്കണേ? എനിക്കറിയണോ അതാരാന്ന് പറ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്കറിയണം. പറ, സത്യയുടെ ഒപ്പം വന്ന ആരാ? അറിഞ്ഞു കഴിയുമ്പോ എന്നോട് കാണിച്ച ഈ വെറുപ്പിനും അകൽച്ചയ്ക്കും എന്നെ പഴിച്ച വാക്കുകൾക്കും പകരമായി വിഷ്ണുട്ടൻ എന്താ പറയാൻ പോന്ന്? ഒരു സോറിയിൽ ഒതുക്കാൻ പറ്റുന്ന വേദനയല്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരും, പ്രത്യേകിച്ച് വിഷ്ണുട്ടൻ തന്നിരിക്കുന്നത്. ഹലോ മതി, നിർത്ത്. കാര്യങ്ങൾ എന്താന്ന് ആദ്യം അറിയട്ടെ, എന്നിട്ടല്ലേ പരിഹാരം എന്താന്ന് തീരുമാനിക്കുക. ആദ്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറ. അതറിയുമ്പോ ഈ കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ, അതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ ക്ഷമയെ പരീക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്ത്രീവർഗത്തിന്റെ ഒരു ശാപമാണ്. പറയുന്നുണ്ടെങ്കിൽ പറ, എനിക്ക് വേറെ പണിയില്ല ശാലിനി. വിഷ്ണുട്ട, അന്ന് സത്യയോടൊപ്പം വന്ന അക്ഷയ് ഹായ് ബിഗ് ഫ്രണ്ട്, എപ്പോ വന്നു? ഇപ്പൊ എത്തിയതെന്ന് മോളെ. മോളെ എവിടെ പോയിരുന്നു? ക്ഷേത്രത്തിൽ പോയതാ. സത്യമോക്ക് മുട്ടുകാൽ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു വഴിപാട്? അച്ഛൻ വരാൻ വേണ്ടി ഞാൻ നേർന്നതാ.
അതുകൊണ്ടാ ഇത്രയും നാളും വരായിരുന്നു എന്റെ അച്ഛൻ വന്നത്. അപ്പ പിന്നെ വഴിപാട് പോയി നടത്തണ്ടേ. അത് മാത്രല്ല, എന്നോട് ഭയങ്കര സ്നേഹം എന്റെ അച്ഛന്. വന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞാലും കൊണ്ടുപോകും, എന്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും വാങ്ങിച്ചു തരും. നല്ല സ്നേഹമുള്ള അച്ഛനാ എന്റേത്. നല്ല സുന്ദരൻ അച്ഛൻ. ആ പിന്നെ ഇല്ലേ ബിഗ് ഫ്രണ്ട്, എന്റെ അച്ഛൻ. അമ്മ മോളെ അകത്തേക്ക് കൊണ്ടുപോ. മോളിങ്ങി വാ. മോള് വിഷ്ണുവിനോടൊന്നും പറഞ്ഞില്ലേ? അമ്മ മോളെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോ. മോളെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. നമുക്കേ എന്തെങ്കിലും കഴിക്കാം. വാ ബിഗ് ഫ്രണ്ടേ, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ ബിഗ് ഫ്രണ്ടേ. മോളിപ്പ ചെല്ലേ. അമ്മേ, സത്യമോളെ നീ വന്നേ. ശാരദമ്മ പറയട്ടെ, നീ വന്നേന്ന്. ശാരദാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അതൊക്കെ ഉണ്ട്, നീ വാ പറയട്ടെ. വിഷ്ണുട്ടാ, സത്യക്കൊപ്പം വന്ന അക്ഷയ്. വേണ്ട. എന്തിനാണ് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ എങ്ങനെ ദ്രോഹിക്കുന്നേ? അവളുടെ അച്ഛനെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ എന്റെ മനസ്സ് നിറഞ്ഞു. വിഷ്ണുട്ടാ, മനസ്സിലായോ? വിഷ്ണുട്ടാ, അത് ഞാൻ പറയട്ടെ. സത്യോട് കാണിക്കുന്ന പോലെ അവളുടെ അമ്മയോടും അവൻ കാണിക്കുന്നുണ്ടാവില്ലേ ഇഷ്ടം? അല്ലേ? ആ ഇഷ്ടക്കാരനായിരിക്കും എന്നോട് ഇപ്പൊ ഈ വെറുപ്പിന്റെ തുടക്കം അല്ലേ? വിഷ്ണുട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അത് ഞാനാ. അതെ, ഇതെല്ലാം വരുത്തി വെച്ചത് താൻ തന്നെയാ. എന്നിട്ടോ കുറ്റപ്പെടുത്തൽ മൊത്തം എനിക്ക്. താൻ എന്നെ ചതിക്കല്ലായിരുന്നോ? അല്ലേ? ഈ ഒരു അക്ഷയ് തന്റെ മനസ്സിലുണ്ടെന്നുള്ള ഒരു രൂപമെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? വിഷ്ണുട്ടാ, അത് ഞാൻ പറയട്ടെ. നിങ്ങളുടെ സ്ത്രീകൾ ഇത്ര കള്ളികളാണല്ലേ? നിങ്ങളെ സംബന്ധിച്ച് ഒളിപ്പിക്കാവുന്ന രഹസ്യങ്ങൾ മൊത്തം നിങ്ങൾ ഒളിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ കൊന്നാലും നിങ്ങളുടെ നാവിന് ഉത്തരം പുറത്തു വരില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങളോ നിങ്ങളത് പാടി പറഞ്ഞ് നടക്കുകയും ചെയ്യും. അത് സ്ത്രീവർഗത്തിന് മാത്രം നൽകിയിട്ടുള്ള ഒരു വര. അതങ്ങനെയാ. അമ്മേ, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. ഇനി നമ്മളില്ല മോളെ. വിഷ്ണുട്ടാ, ഇത്രേ കഠിന ഹൃദയൊന്നും എനിക്കില്ല. ഇത്രയും താങ്ങാനുള്ള കരുത്തുമില്ല. ഞാൻ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. എനിക്ക് വയ്യ, അതുകൊണ്ടാ വയ്യ. എന്തൊക്കെയാ വിഷ്ണുട്ടെ പറയുന്ന? വിഷ്ണുട്ടാ, പറയുന്ന ഒന്ന് കേക്ക്. പറയുന്ന കേക്ക്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. അമ്മ എന്താ അവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.